കുഞ്ഞുങ്ങളെ ചോദ്യം റിക്കറിംഗ് ഡെസിമൽ എന്നൊരു ഏരിയയിൽ നിന്നാണ്. ഇവിടെ നോക്കിയേ, ആദ്യം പറയുന്ന ഡെസിമൽ 0.5555 5 അങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഭിന്നസംഖ്യ കാണാനാണ് പറയുന്നത്. അപ്പോൾ ആദ്യത്തേനെ ഞാൻ ഇങ്ങനെ എഴുതുവാണ്, 5 റിപ്പീറ്റ് ചെയ്യുന്നു എന്നതിനെ ഇങ്ങനെ നമുക്ക് നൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ, ഇതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഫ്രാക്ഷൻ കണ്ടുപിടിക്കാൻ ആരാണോ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അയാളെ മുകളിൽ എഴുതുക. ഇവിടെ 5 റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് 5 മുകളിൽ എഴുതി. ഇനി ഞാൻ ചോദിക്കട്ടെ, എത്ര സംഖ്യകൾ ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? 5 എന്ന് പറയുന്ന ഒരു ഒറ്റ സംഖ്യ റിപ്പീറ്റ് ചെയ്യുന്നുള്ളൂ, അതുകൊണ്ട് ഒരൊറ്റ 9 എടുത്ത് താഴോട്ട് ഇട്ട് കൊടുക്കുന്നു. 2 സംഖ്യ റിപ്പീറ്റ് ചെയ്താൽ 2 9, 3 സംഖ്യ റിപ്പീറ്റ് ചെയ്താൽ 3 9. അപ്പോൾ നമുക്ക് കൺഫേം ചെയ്യാം, ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരി തന്നെയാണ് ഈ പറയുന്നത്. ഓക്കെ, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ചെക്ക് ചെയ്യാം. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൽ 0.63 റിപ്പീറ്റ് ചെയ്ത് പോവാം. അപ്പോൾ നമുക്ക് ഇങ്ങനെ നോട്ട് ചെയ്യാം. ഓക്കെ, ഇതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള ഫ്രാക്ഷൻ കാണാൻ എന്താ ഞാൻ പറഞ്ഞേ, ആരാണോ റിപ്പീറ്റ് ചെയ്യുന്നത് അത് മുകളിൽ എഴുതണം. 6ഉം 3ഉം റിപ്പീറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് അവരെ ഞാൻ മുകളിൽ എഴുതി. ഇനി എത്ര സംഖ്യ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്? 6ഉം 3ഉം എന്നീ 2 സംഖ്യകളാണ് റിപ്പീറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് 2 9 എടുത്ത് താഴെ എഴുതുക. 63/99 എന്ന് വരും. ഓക്കെ ആണോ? ഒന്ന് വെട്ടി ചെറുതാക്കരുതോ, 9 വെച്ച് ഒന്ന് കട്ട് ചെയ്തോട്ടെ. 63നെ 9 വെച്ച് ഹരിച്ചാൽ 7ആണ്, 99നെ 9 വെച്ച് ഹരിച്ചാൽ 11ആണ്. അപ്പോൾ 7/11 ആണ് ഈ തന്നിരിക്കുന്ന ആൾക്ക് തുല്യമായ ഭിന്നസംഖ്യ. 2 സ്റ്റേറ്റ്മെൻറ്റുകളും ഇവിടെ ശരി തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ്? ആരാണോ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന അയാളെ മുകളിൽ എഴുതുക, എത്ര സംഖ്യ റിപ്പീറ്റ് ചെയ്യുന്നു അതനുസരിച്ച് 9 താഴെ ഇട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ. ക്ലിയർ ആയോ? ഓക്കെ അല്ലേ? ശരി, താങ്ക് യു.